റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനോഹരമായ ഒട്ടകമുണ്ടായിരുന്നു. കാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലബാഉ ഞാക്കത്ത് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പേരാണ് വലബാ. എന്താ പേര്? വലബാ. ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താ? ലാ തുസ്ബഖു. ഈ ഒട്ടകത്തെ മുൻകടക്കാൻ പറ്റൂല ഒരൊട്ടകത്തിനും. മക്കയിലും മദീനയിലൊക്കെ ഉള്ള എല്ലാ ഒട്ടകത്തിന്റെ മുന്നിലൂടെയും ഇത് നല്ല സ്പീഡിൽ നടക്കും. ഓട്ടം വരികയാണെങ്കിൽ ഓട്ടത്തിലും മികച്ചു നിൽക്കും. അപ്പൊ ഒരു നേതാവിന് പറ്റിയ നല്ല ഒരു വാഹനമായിരുന്നു വലബാ. നബിയുടെ ഒട്ടകത്തിന്റെ പേരാണ്. ദീർഘകാല നബി അതിന്റെ മുകളിൽ ഒട്ടകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആ ഒട്ടകവുമായി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഫസബഖഹാ ലഹു ഫജാഅ അഅറാബിയുൻ ബിനാഖത്തിൻ ലഹു. ഒരു അഅറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ ആ നാട്ടിലേക്ക് കടന്നു വന്നു. ഒരൊട്ടകവുമായിട്ടാണ് വരുന്നത്. ഫസബഖഹാ ലഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഈ ഒട്ടകം നടക്കാൻ തുടങ്ങി. മറ്റൊരാൾ ഒരു ഒട്ടകവുമായി വന്ന ഒരു ഗ്രാമീണ മനുഷ്യൻ. ആ ഒട്ടകം ഇച്ചിരി കൂടി നല്ല കൂവത്തുള്ളതാണ്. ഓരോ നടത്തത്തിൽ നബിയുടെ ഒട്ടകത്തിന് മുന്നിലൂടെ ഇത് നടക്കാൻ തുടങ്ങി. നടത്തത്തിൽ ഓട്ടത്തിലൊക്കെ ഇത് മുൻകടക്കാൻ തുടങ്ങിയപ്പോൾ സ്വഹാബത്തിൽപ്പെട്ടവർ ചിലർ മനസ്സുകൊണ്ട് കരുതി അതിനെന്തെങ്കിലും ഒരു പണി കൊടുക്കാം, ആ ഒട്ടകത്തിന് ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് നബി എടുത്ത് ഈ വാർത്ത എത്തുകയാണ്. വിസലല്ലാഹി സ്വന്തങ്ങൾ ഈ വിവരം അറിഞ്ഞു. അപ്പൊ നബി തങ്ങൾ ഇവരെ വിളിച്ചിട്ട് നബി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്. ദുന്യാവിനെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് ശരിക്കും മനസ്സിലാക്കാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, എന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം മുൻകടന്നു പോകുന്നത് കണ്ടപ്പോ നിങ്ങൾ ആ ഒട്ടകത്തെ ഉപദ്രവിക്കാൻ മനസ്സുകൊണ്ട് കരുതിയല്ലേ സ്വഹാബ? പാടില്ല, പാടില്ല. ഹാദി ദുനിയാ, ഇത് ദുനിയാവാണ്, ദുനിയാവാൻ. ഇവിടെ ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ പിന്നതിനെ ശയിപ്പിച്ചു കൊണ്ടുവരൽ അള്ളാഹുവിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. നോക്കുന്നില്ലേ ആകാശസീമയിലേക്ക് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന മനോഹരമാക്കപ്പെട്ട പൂർണ്ണചന്ദ്രനിലേക്ക് ചൂണ്ടി അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു, ഈ 14-ാം രാവ് ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ നാളെ മുതൽ അതിന്റെ വലിപ്പം കുറയുകയാണ്, കുറയുകയാണ്. 28-ലേക്ക് എത്തുമ്പോ അത് പൂർണ്ണമായി നേരിയതാകുന്ന തലത്തിലേക്ക് പോകുന്നത് കണ്ടില്ലേ? ഇത് അല്ലാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനെ തന്നെയാണ് ദുനിയാവ്. ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ പിന്നതിനെ ശരീരം ക്ഷീണിപ്പിച്ചും ക്ഷയിപ്പിച്ചും കൊണ്ടുവരിക എന്നുള്ളത് അല്ലാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്. ഇത് ദുനിയാവാണ് സഹാബ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾ ഇവിടെ ഈ ദുനിയാവ് കണ്ടിട്ട് അതിന്മേൽ ഖിയാസാക്കരുത്. ഒന്നിനെ അതിനോട് തുലനം ചെയ്യരുത്. എന്റെ ഒട്ടകത്തേതാകുന്ന എന്റെ വലബാ എന്ന ഒട്ടകം അതിനെ മുൻകടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം മുമ്പിലൂടെ പോകുന്നത് കണ്ടിട്ട് അതിനെ പ്രയാസപ്പെടുത്താനും കൊന്നുകളയാനും ഉന്മൂലനം ചെയ്യാനുമാണ് നിങ്ങളുടെ മനസ്സിന്റെ കരുത്തെങ്കിൽ ഒരിക്കലും പാടില്ല. ഇവിടെയല്ല ജീവിതം മുഅ്മിനിനുള്ളത്, ആഖിറമാണ്. ഇവിടെ അങ്ങനെയൊക്കെ പൊയ്ക്കോട്ടെ. കാരണം എന്റെ ഒട്ടകം വയസ്സായി വരിക, പ്രായം കൂടി വരുമ്പോ നല്ല ചെറുതുർക്കുള്ള നല്ല ഒട്ടകം വന്നുകൊണ്ട് അത് കയറി പൊയ്ക്കോട്ടെ, അതിനെന്താ പ്രശ്നം? ഇത് ദുന്യാവാണ്. 14-ാം രാവുദിച്ചിരിക്കുന്ന ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ നല്ല വൃത്താകൃതിയിൽ വലുതായിട്ട് നിൽക്കുന്നു ഈ ചന്ദ്രൻ. നാളെ മുതൽ ഇത് കുറഞ്ഞു വരും. അതുകൊണ്ടെന്താ? ചന്ദ്രൻ അതിന്റെ കുറവുണ്ടെന്നാണോ? പിന്നെ വീണ്ടും അടുത്ത മാസം 14-ലേക്ക് വരുമ്പോ അത് വീണ്ടും നല്ല റായത്തായിട്ട് വരും, പൂർണ്ണമ ചന്ദ്രനായി വരും. 1-ാം പിറ കാണുമ്പോൾ ഒന്നുമില്ല, നേരത്തത് 2 ഒന്നും കൂടി വലുത്, 3 അല്പം കൂടി. ഇതിങ്ങനെ വന്ന് അവസാനം 14-ലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായി നിൽക്കും. വീണ്ടും അടുത്ത ദിവസം മുതൽ കുറഞ്ഞു വരും. ഇത് അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്. ഇത് ദുന്യാവിൽ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെ നമുക്കും പാടാണ് കേട്ടോ ഈ പറഞ്ഞത്.
നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഒരിക്കലും ഉണ്ടാവൂല, എപ്പോഴും താഴ്ച അതും ഉണ്ടാവൂല. ഇത് രണ്ടിനും ഇടയിലായിരിക്കും മോമിനിന്റെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് നിബിധങ്ങൾ പഠിപ്പിച്ചത് അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ. ദുന്യാവെന്ന് പറയുന്നത് മനുഷ്യന് സത്യവിശ്വാസിക്ക് ജയിലാണ്, വ ജന്നത്തുൽ കാഫിർ അവിശ്വാസിക്ക് സ്വർഗമാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ നമുക്ക് പരീക്ഷണം ഉണ്ടോ മനസ്സിലാക്കിക്കോണം. അള്ളാഹു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോമിനായി പരിഗണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നല്ല സാമ്പത്തിക ഉയർച്ച, പ്രവാസ ലോകമൊക്കെ നല്ല റാഹത്തായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കച്ചവടമൊക്കെ പോവാൻ എന്താ സംഭവിച്ചെന്നറിയില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് ഫുള്ള് ഡള്ളായി, ആകെ പ്രയാസമായി. ഇനി എവിടെ പോയി തുടങ്ങണം, ഏത് സ്ഥലത്ത് തുടങ്ങണം, നാട്ടിൽ വന്നിട്ട് എന്ത് തുടങ്ങണം? പ്രവാസിയാകുന്ന ആളുകൾ ആശങ്കയിലാണ്, ടെൻഷൻ അടിച്ച് നിൽക്കാൻ. കോവിഡ് മഹാമാരി വന്നു, അതിലൂടെ വലിയ പ്രയാസം ഉണ്ടായി. ബിസിനസ് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കൊലത്തിലേക്ക് എത്തി. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒരു തിരിച്ചവരവ് അള്ളാഹു തരും. പരിശ്രമിക്കുക. മൻ ജദ്ദ വജദ, പരിശ്രമിച്ചാൽ അത് എത്തിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മാനസികമായി തകരാൻ പാടില്ല. നമ്മുടെ മനസ്സിലൊരു യഖീൻ ഉണ്ടാവണം, ഇത് ദുന്യാവാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇത് പ്രവാചകന്റെ അധ്യാപനമാണ്. ഇവിടെ നമുക്ക് ജയിലായിരിക്കും, ഇവിടെ സന്തോഷം ഉണ്ടാകാൻ വകയില്ല. ഇവിടെ ഓരോ പ്രയാസങ്ങളിൽ വരും, നിയമങ്ങൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും.